ഹായ് ഗായ്സ്. അപ്പോൾ എന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മൾ എന്താ പറയുക, നമ്മൾ കേരളത്തിൽ ഭിക്ഷാടനം എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായിട്ട് നിരോധിച്ചതാണ്. പൂർണ്ണമായിട്ട് നിരോധിച്ചതാണ്. അപ്പോൾ ഇപ്പം ഞാൻ യൂട്യൂബിലൊരു കാര്യം കാണേണ്ട ഒരു അവസ്ഥ വന്നു, അല്ല യൂട്യൂബിലൊരു പോസ്റ്റ് കാണേണ്ട ഒരു അവസ്ഥ വന്നു. ഈ അവസ്ഥ വന്നത് എന്താണെന്ന് വെച്ചാൽ വല്ലാത്തൊരു ഗതികേടായിരിക്കും അത്. കാരണം ആർക്കും വരുത്തരുതെന്ന് ഞാനിപ്പോൾ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, ഈ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു അക്രലിക് ഷീറ്റ് വാങ്ങാനും ഫ്രെയിം വാങ്ങാനും ₹1 അയച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളോട് ഇറക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇറക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും കൈ വിടാൻ പാടില്ല എന്നാണ് എൻ്റെ അച്ഛനമ്മയൊക്കെ പഠിപ്പിച്ചത്. കാരണം നമ്മൾ ഒരിക്കലും അവരെ ഒഴിവാക്കാൻ പാടില്ല. അവർ നമ്മൾ പൂർണ്ണമായിട്ടും കൈവിടാൻ നിന്നതിൽ ഭയങ്കര മോശമാണ്. കാരണം ഒരാളോട് പൈസയ്ക്ക് വേണ്ടി ഇറക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ എന്താ പറയുക, വളരെ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു ഇതായതുകൊണ്ടായിരിക്കും. അപ്പോൾ ആളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ആരാണ് എന്താണെന്നുള്ളത്. ഇത് കണ്ടോ ഗൈസ്, വീട്ടിലാത്തൊന്നും തോന്നരുത് ഗൈസ്. അപ്പോൾ ആളെ ഇതിലേക്ക് ഇതാ UPI ഇതാ. അപ്പോൾ ഞാൻ എന്തായാലും അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഒരാൾ രക്ഷപ്പെട്ടോട്ടെ, വെറുതെ എന്തിനാണ് UPI കൂടി പോയിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ പൈസ ഒന്നും പോയില്ലേക്കില്ലേ. വെരിഫൈ യുവർ ഫോൺ നമ്പർ ഇതൊക്കെ പോകുന്നുണ്ട്. ഇപ്പം എന്താവോ എന്തോ. റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടോ ഗൈസ്, ഞാൻ അയക്കാൻ പോവാണ് ഗൈസ്. കണ്ടോ ഗൈസ്, അതിൽ പേര് കറക്റ്റ് കാണുന്നില്ല ഗൈസ്. അപ്പോൾ വെറുതെ നമ്മൾ ഒരാളെ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കട്ടെ. അതിൽ ഒരു രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിക്കണം. പേയ്മെൻറ്റ് സെൻഡ് ആയിട്ട് കംപ്ലീറ്റ് ആയി ഇതാ ടിക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ₹1 ഞാൻ അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രക്ഷപ്പെട്ടു. ₹1 കൊണ്ട് നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യാന്നല്ലാതെ വേറെ എന്തല്ലേ ഗൈസ് പറയാം. അപ്പോൾ എല്ലാവരോടും ഈ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. ഇപ്പോൾ ഞാൻ സംഭവം നാട്ടിലില്ല, ഓട്ടത്തിലാണ്. വൈകിട്ട് നാട്ടിലെത്തും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ. ബൈ.